നമ്മുടെ ഒരു പൊതുധാരണ എന്ന് പറയുന്നത് തെരുവ് നായകൾ കടിച്ചാൽ മാത്രമേ പേവിഷബാധ ഉണ്ടാവുകയുള്ളൂ എന്നൊരു പൊതുധാരണ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ പോലും അങ്ങനെയല്ല. പലപ്പോഴും നമ്മൾ വീടുകളിലൊക്കെ ഞങ്ങൾ പട്ടികളെ വളർത്തുന്നുണ്ട്, അല്ലെങ്കിൽ പൂച്ചയെ വളർത്തുന്നുണ്ട്, ഇതിനെല്ലാം വാക്സിൻ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ കുത്തിവയ്പ്പ് എടുക്കണോ എന്നൊക്കെ പറഞ്ഞ് ധാരാളം ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇവിടെ നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പണ്ടൊക്കെ നമ്മൾ പട്ടി കടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൂച്ച മാന്തി കഴിഞ്ഞാൽ 10 ദിവസം ഇതിനെ നിരീക്ഷിക്കുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ഇപ്പോൾ അത്ര ഒരു സുരക്ഷാ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു സുരക്ഷിതമായ ഒരു കാര്യമായിട്ട് നമ്മൾ പറയുന്നില്ല. കാരണം ഇപ്പോൾ പലപ്പോഴും ഈ പറയുന്ന വൈറസുകൾ വളരെ ഡോർമൻ്റായിട്ട് അല്ലെങ്കിൽ നിർജ്ജീവമായിട്ട് ഈ മൃഗങ്ങളുടെയൊക്കെ ശരീരത്തിൽ ഉണ്ടായിന്ന് വരാം. ഏത് സസ്തനിയിലും വേണമെങ്കിൽ ഈ വൈറസുകൾ ഉണ്ടാകാം. ഇപ്പോൾ നമ്മുടെ പാല് തരുന്ന കന്നുകാലികളിൽ ഈ വൈറസിന്റെ സാന്നിധ്യം ഉണ്ടാകാം. അതല്ല എങ്കിൽ പൂച്ചയുടെ കാര്യം ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ, അത് കുറുക്കന്റെ കാര്യം അല്ലെങ്കിൽ വവ്വാലിന്റെ കാര്യം, ഇങ്ങനെ ഏത് മൃഗങ്ങളിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് പേവിഷബാധ ഉണ്ടാകാം. ഈ റെപ്റ്റൈൽസ്, നമ്മുടെ ഈ പറയുന്ന എലി മൂഷിക വർഗത്തിൽപ്പെട്ട മൃഗങ്ങൾ മാത്രമാണ്, ജന്തുജാലങ്ങൾ മാത്രമാണ് ഈ പേവിഷബാധ ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ബാക്കി ഏത് സസ്തനി നമ്മളെ മാന്തുകയോ കടിക്കുകയോ, പ്രത്യേകിച്ച് വന്യമൃഗങ്ങൾ, കുരങ്ങന്മാരെ ഇപ്പോൾ കാട്ടിലും മറ്റും എന്തെങ്കിലും തരത്തിലുള്ള ട്രക്കിങ്ങിനും മറ്റും പോകുമ്പോൾ അങ്ങനെ വല്ലതും ഒരു മൃഗങ്ങളുമായിട്ടുള്ള ഒരു സമ്പർക്കം വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാലും പേവിഷബാധ ഉണ്ടാകാം. അപ്പോൾ പണ്ടൊക്കെ സൂചിപ്പിച്ചിരുന്നത് പോലെ 10 ദിവസം വാച്ച് ചെയ്യുക എന്നുള്ളൊരു സമ്പ്രദായം നമ്മളിപ്പോൾ പറയാറില്ല. രണ്ടാമത്തേത്, ഈ പട്ടിക്കോ അല്ലെങ്കിൽ പൂച്ചയ്ക്കോ നമ്മൾ വാക്സിൻ നൽകിയെന്നതുകൊണ്ട് ഞങ്ങൾ കുത്തിവയ്പ്പ് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഉറപ്പില്ല. കാരണം ഈ പട്ടിയുടെ അല്ലെങ്കിൽ പൂച്ചയുടെ എടുത്ത വാക്സിന്റെ റിസൾട്ട് എത്രമാത്രം ഫലപ്രദമാണ്, ഇതിന്റെ ശരീരത്തിൽ ആവശ്യത്തിന് ആന്റിബോഡികൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിന്റെ ശരീരത്തിൽ ഈ വൈറസ് നിർജ്ജീവമായിട്ട് നിൽക്കുന്നുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ വാക്സിൻ എടുത്താൽ പോലും ഇങ്ങനെയുള്ള മൃഗങ്ങളുടെ കടിയോ മാന്തലോ ഏറ്റുകഴിഞ്ഞാൽ നമ്മൾ വാക്സിൻ എടുക്കുന്നത് തന്നെയാണ് സുരക്ഷിതം.